ഈ പ്രോസ്റ്റേറ്റിനെ പറ്റി പറയുമ്പോൾ പലപ്പോഴും പ്രോസ്റ്റേറ്റിന് ഉള്ള അസുഖം എന്തോ മൂർച്ഛിച്ച് അത് ക്യാൻസറായി മാറുന്നു അങ്ങനെയൊക്കെയാണ് ചിന്ത. ശരിക്കും എന്തൊക്കെ രോഗങ്ങളാണ് ഈ പ്രോസ്റ്റേറ്റായിട്ട് ബന്ധപ്പെട്ട് സാധാരണ കാണുന്നത്? പ്രോസ്റ്റേറ്റായിട്ട് ബന്ധപ്പെട്ട് 3 തരം രോഗങ്ങളാണ്. മിക്കവാറും എല്ലായിടത്തും തന്നെ 3 തരമാണ്. ഒന്ന് ഇൻഫെക്ഷൻ വരും, നമുക്ക് അണുബാധ. പിന്നെ ഉള്ളതൊരു ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ വരാം. പിന്നെ മുഴകൾ, പിന്നെ ക്യാൻസർ. അപ്പം ഓട്ടോ ഇമ്മ്യൂൺ രോഗം, ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, യൂഷ്വലി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, വൈറൽ ഇൻഫെക്ഷൻ ഒക്കെ വരാം. കൂടുതലും പക്ഷേ ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ് ഇൻഫെക്ഷനായിട്ട് വരാറുള്ളത്. അത് നമുക്ക് ആൻറ്റിബയോട്ടിക് വെച്ച് ട്രീറ്റ് ചെയ്യാം. പക്ഷേ അതിന് പ്രോസ്റ്ററ്റൈറ്റിസ് എന്ന് പറയും. ഇതുപോലെ തന്നെ ഉള്ളതാണ് ഓട്ടോ ഇമ്മ്യൂൺ പ്രോസ്റ്റൈറ്റിസ്. അത് പലപ്പോഴും നമ്മൾ ഡയഗ്നോസ് ചെയ്യാതെ പോകും, അതിനായിട്ട് പോയി ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യും. അങ്ങനെ വരുമ്പോഴേക്കും കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് വരാം. അപ്പം അത് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം. സാധാരണ നിലയിൽ മൂത്രം ഒഴിക്കുമ്പോൾ വേദന, അതിൻ്റെ കൂടെ എപ്പോഴും മൂത്രം പോകണമെന്ന് തോന്നും. അതൊക്കെയാണ് പ്രോസ്റ്റൈറ്റിസ് വരും. അതായത് ലേഡീസിലൊക്കെയാണെങ്കിൽ മൂത്രത്തിൽ പഴുപ്പെന്ന് പറയുന്ന അസുഖം, അല്ലെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് പോലെ തന്നെ പുരുഷന്മാരിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരുന്നത് മോസ്റ്റ് പ്രോബബ്ലി അത് പ്രോസ്റ്റേറ്റിൻ്റെ ഇൻഫെക്ഷൻ കൊണ്ടാകും. പിന്നെ ഉള്ളത് ഞാൻ ഈ പറഞ്ഞ ഓട്ടോ ഇമ്മ്യൂൺ പ്രോസ്റ്റൈറ്റിസ്. അതിൽ നമ്മൾ മറ്റ് ആൻറ്റിബയോട്ടിക് ഒക്കെ എടുത്തിട്ട് മാറാതെ വേദനയും ഇത് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് മുഴകളൊന്നും ഇല്ല, പ്രോസ്റ്റേറ്റിന് എൻലാർജ്മെൻ്റ് ഒന്നും ഇല്ല. ചിലപ്പോൾ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടാകാം. ഉണ്ടെങ്കിൽ തന്നെ അതും ഇതിൻ്റെ രണ്ടും കൂടെ ഒന്നിച്ചും പോകാവുന്ന രോഗമാണ്. പിന്നെ ഉള്ളത് ക്യാൻസർ, ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയ, BPH എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ ഓപ്പറേഷൻ ചെയ്യപ്പെടുന്നതും ഏറ്റവും കൂടുതൽ മൂത്രസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും BPH ആണ്. അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റിന് വരുന്ന ക്യാൻസറും മൂത്രാശയ സംബന്ധമായും അതുപോലെ സെക്ഷൽ ഡിസ്ഫങ്ഷനായിട്ടും പ്രസന്റ് ചെയ്യുക. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.